നിങ്ങളുണ്ടല്ലോ, നീയൊക്കെ തമ്മിൽ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് മുമ്പിൽ നടന്ന സമയത്തുണ്ടല്ലോ, നിന്നെ ഒന്ന് കുറ്റം പറയാൻ ഞാൻ ഉണ്ടായിട്ടില്ലേ? ചെറുപ്പത്തിൽ ആയാലും ഞാനങ്ങനെ മുമ്പിൽ നടന്നിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ ചെന്ന് അറിയാനും അല്ലാണ്ട് കുടിച്ച് നിൻ്റെ പോലെ കുടിച്ച് നടന്ന് ലക്ക കെട്ട് ഗുഡ്കയും കഴിച്ച് മൂക്കിപ്പൊടി വലിച്ചിരുന്നുണ്ടല്ലോ, തമ്മിൽ തമ്മിൽ കുഴിയിൽ ചാടിച്ച് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് അല്ല ആണെന്നൊക്കെ നീ നിന്നെ തന്നെ സ്വയം സമാധാനിപ്പിക്കുകയാണോ? എൻ്റെ മുഖത്തൊക്കെ അല്ല ആണെന്ന് ആരും പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ? പൂർണ്ണ അറിവോടെ കാര്യങ്ങൾ ക്ഷയിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. അല്ല, പൂർണ്ണ അറിവില്ലാണ്ട് ഒരു ശോഷിച്ച അവസ്ഥയിൽ, ഏതെങ്കിലും ഹിന്ദിക്കാർ ശോഷിച്ച അവസ്ഥയിൽ മലയാളികളും പെണ്ണുങ്ങളും ആണത്തോ പെണ്ണത്തോ ഇല്ലാത്ത തത്രപ്പെട്ട് മക്കളുണ്ടാക്കാൻ കല്യാണം കഴിക്കാൻ ജോലി ചെയ്യാനും തത്രപ്പെടുന്നവർ പറയുമോ? ഇല്ല. കുടിച്ചിലൊക്കെ കെട്ട് ഡക്കടിച്ച് വിലയില്ലാണ്ട് നടക്കണവർ ഇത് പറയുമോ? തമ്മിൽ തമ്മിൽ കുഴിച്ചടിച്ച് നടക്കണവർ. നിങ്ങളുടെയൊക്കെ കുളിച്ച് നടക്കാത്ത കുളിച്ച് നടന്നാലും വൃത്തിയാവാത്ത കുരുട്ട് മോന്തണ്ടല്ലോ, ഒന്ന് നോക്കി നോക്ക്. ഈ ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച റോമൻ കാത്തലിക്സും എന്തായാലും അരുന്ന് കൂട്ടി വാങ്ങണ വെഡ്ഡികളാണ്. ചാവാൻ കിടക്കണ ശവങ്ങൾ പൂർണ്ണ അറിവില്ലാണ്ട് ജീവനില്ലാത്ത ആരാധിച്ച് ജീവനില്ലാത്ത മൂട്ടിന്ന് വിട്ട് എത്ര അരുന്ന് കൂട്ടി വാങ്ങിയാലും അതന്നെ അരുന്ന് കൂട്ടി വാങ്ങണം. ഇത്ര ദുഷാഠ്യം, നിർബന്ധ ബുദ്ധി, വിഡ്ഢിത്തമുള്ള വിഡ്ഢികൾ, സ്വന്തം തന്തയുടെ തലയുടെ റീട്ടാടെ ടീച്ചർ അനുകരിച്ച് നടക്കുന്ന വിഡ്ഢികൾ. സെലക്ഷൻ ശരിയാവേണ്ട വട്ടുപുട്ടെന്ന് പറഞ്ഞിട്ട് കുറേ റോമൻ കാത്തലിക്സും സോഷ്യൽ ഹിന്ദുസും മക്കളുണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ആണകമോന്തയും കുരുട്ടുമോന്തകളും. അവരുടെ മുന്നിൽ ജ്യൂസ് കൊണ്ടുവച്ച് ജ്യൂസ് കുടിക്കാൻ തോന്നിയാലല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഇത് സംപ്രേഷണം ചെയ്യാൻ കുഴപ്പമില്ല, ഇപ്പോൾ അങ്ങനെ അടിക്കണു ഈ ഞാൻ കൂടുതലാണെന്ന് പറഞ്ഞ് നടന്നിട്ടില്ല ഞാൻ. അപ്പോൾ പറഞ്ഞതിന് കിട്ടേണ്ട സമയത്ത് എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. സിജോയ്ക്ക് ആയിരിക്കും ആർക്കായാലും കിട്ടേണ്ട സമയത്ത് കിട്ടും. അത് ഞാൻ അങ്ങോട്ട് ദ്രോഹവാക്കുകൾ പറയാണ്ട് ഇങ്ങോട്ട് ദ്രോഹവാക്കുകൾ പറയണമെന്ന് വിചാരിച്ചിട്ട് ഈ കൊള്ളണല്ലേ ദേഷ്യം ഒന്ന് കുടിച്ച് നടക്കണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടന്നേനെ, ഇറിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെയല്ല, 30 വർഷം കുടിച്ച് നടന്ന് വീണ്ടും 30 വർഷം കുടിച്ച് കുടിക്കും കഴിച്ച് മൂക്കുപൊടി വലിച്ച് കുടിച്ച് നടന്നേനെ, സിഗരറ്റും ബീഡിയും വലിച്ച്. അപ്പോൾ നിങ്ങളുടെ തമ്മിൽ റെസ്പെക്റ്റ് കൊടുത്താൽ ജീവനില്ലാത്തത് ആരാധിച്ച് നടക്കണം. സ്ത്രീകളെയും ഹ്യൂമൻസിനെയും മൃഗങ്ങളെയും എല്ലാം ആരാധിക്കേണ്ടത്. വെറുതെ പൊടിയിട്ടിട്ട് ആനകളൊക്കെ ഓടി നടക്കണം, കണ്ണിൽ പൊടിയിട്ടിട്ട് മഞ്ഞൾ പൊടിയിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ വെഡ്ഡികൾ ഓടാനും. അപ്പോൾ സ്വന്തം എന്തെങ്കിലും പറയാണ്ട് മുഖത്ത് നോക്കി സംസാരിക്കുക. അതിൻ്റെ മുഖത്ത് നോക്കി ആരും താഴ്ത്തി പറഞ്ഞിട്ടില്ല, പൊക്കി പറഞ്ഞിട്ടില്ല. 21 ദിവസം ബെഡ് റെസ്റ്റ് ആയി കിടന്നാലും എന്തായാലും കൾപ്രിച്ചിനായാലും അപ്പോൾ മാർക്ക് കുറഞ്ഞാലും എന്ത് നേടിയാലും എന്തായാലും പൂർണ്ണ അറിവോടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. അല്ലെങ്കിൽ ഒന്ന് നിവർന്ന് നിന്നാൽ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള എത്ര ഉയരം ഉണ്ടായാലും ഉയരം കുറഞ്ഞ കുള്ളന്മാരാണെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളത് ഉണ്ടാക്കുക. അല്ലെങ്കിൽ കുമ്മുട്ടി കോഹലാൽ ചെയ്യണ മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് നടക്കണം. എന്നോട് ആരും പറയിപ്പിച്ചിട്ടില്ലേ? വിഡ്ഢിത്തരം പറയാൻ എൻ്റെ മുഖത്ത് നോക്കി ആരും ഒരുമ്പെട്ടിട്ടില്ല. അത് പറഞ്ഞിട്ടുണ്ട്. മലയാളം പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കുക. ഇത് എൻ്റെ പോലെ പഠിക്കാൻ നോക്ക്. എനിക്കറിയാം എങ്ങനെ എപ്പോൾ ഏത് വയസ്സിൽ തുടങ്ങിയ 34 ഏത് സമയത്ത് തൊട്ട് 17 25 26 വയസ്സ് തൊട്ടാണ് ജോലി വീടിൻ്റെ അടുത്ത് വെണ്ടൂർ വീടിൻ്റെ അടുത്ത് ജോലി ചെയ്ത് തുടങ്ങി, എങ്ങനെയാണ് മനസ്സിലാക്കണതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വെഡിത്തം തന്തയുടെ തലയുടെ റീട്ടാണ് ടീച്ചർ അനുകരിച്ച് വിവരമില്ലായ്മ സ്പൂൺ ഫീഡിങ് അനുകരിച്ചെടുക്കണവർക്ക്, അവർക്ക് വീണ്ടും ശവമായിട്ട് ജീവനില്ലാത്തതിനെ ആരാധിച്ച് മൂട്ടിന്ന് വിട്ട് നടക്കണവർക്ക് വീണ്ടും ശവപ്പെട്ടിയുടെ ആവശ്യമില്ല. ശവപ്പെട്ടി വരെ അവരെ സ്വീകരിക്കാൻ അറയ്ക്കും. അപ്പോൾ പൂമഞ്ചയുടെ കാര്യമില്ല. ഓൾറെഡി ശവമായിട്ട് ധൈര്യമില്ലാണ്ട് ശോഷിച്ചാവസ്ഥയിൽ മുഴുകി നടന്നവർക്ക് ശവമാവേണ്ട കാര്യമുണ്ട് വീണ്ടും? അത് ഇങ്ങനെയുള്ള വെഡ്ഡികളെ കത്തിച്ച് കളയണം, പേരും വിലാസമില്ലാണ്ട്. അങ്ങനെയൊക്കെ 2020, 2021, 2022 കണ്ടു. പിന്നെ 23 കഴിഞ്ഞ് 24 കണ്ടു. പീസായി ഷോർട്ട് കട്ട് മെത്തേഡ് സ്വീകരിക്കണതിന് ആയിരുന്നു കുട്ടിച്ചാവണവർ. ഇത് ദേഷ്യത്തോടെ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആണത്ത് പെണ്ണത്തില്ലാതെ പെണ്ണുങ്ങളും ആണുങ്ങളും ശിഖണ്ഡികളും ഗുണ്ടുകളും ഇത് പറയില്ല. റെയിൽവേ സ്റ്റേഷനിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഓരോ സ്ഥലത്ത് 30 വയസ്സ് കഴിഞ്ഞ് ജോലിക്ക് പോയി 6 വർഷം 1 വർഷം കഴിഞ്ഞ് വരണ പോലെയല്ല അത്. ഉദരത്തിൽ കിടന്ന് കൈയും കാലും വളരുമ്പോൾ കണ്ട് വളരണ രീതിയാണ്. അവിടെ കൊങ്കണി പോർച്ചുഗീസ് കലർന്നിട്ട് കേൾക്കണം, ഹിന്ദി പറയിപ്പിക്കില്ല. അപ്പോൾ ഹിന്ദി പറയുമ്പോൾ ഞാൻ പറഞ്ഞു യു ആർ വെൽ ഗ്രേറ്റ് പേഴ്സൺ, ഫണ്ണി പേഴ്സൺ, അപ്ലിക്കബിൾ സെക്സ്കൽ എന്ന് പറയണേ. അപ്പോൾ എന്താ പറയണേ? എന്തെങ്കിലും പെണ്ണ് എന്തെങ്കിലും കറുത്തതായാലും വെളുത്താണെങ്കിലും ഇപ്പം സ്വീകരിക്കേണ്ടത് 30 വർഷം അവരുടെ കൂടെ 70 വയസ്സ് വരെ ചടഞ്ഞുകൂടിയിരിക്കണതിന് ഭേദം കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ. കൊച്ചന്മാരുടെ അടുത്ത് പോകും, ഒരു 15 മിനിറ്റ് ആമുഖം സ്വീകരിക്കണം. അവർ ചേഞ്ച് ആവണമെന്ന് നിർബന്ധിച്ചിട്ടില്ല, നമ്മൾ പറയേണ്ടത് പറയണമല്ലോ എവിടെയാണെങ്കിലും. അവർ ചേഞ്ചായാൽ എന്തായാലും അതിനനുസരിച്ച് കൊള്ളാം, അതനുസരിച്ച് ട്രീറ്റ് സൈനിടെ എല്ലാവരും മുങ്ങി വരേണ്ട കാര്യം അതാണ് മെയിനായിട്ട് പറയേണ്ടത്. അല്ല പാതിരികളുടെ ആവശ്യമില്ല, വിലയിലാണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ പ്രാർത്ഥിക്കണം, തമ്മിൽ സദ്വചനങ്ങൾ ധൈര്യമുള്ള വാചകങ്ങൾ പറഞ്ഞ് അതാണ് പ്രാർത്ഥന. അല്ലാണ്ട് വെഡിത്തം വിളമ്പുന്നതല്ല പ്രാർത്ഥന. ജൽപ്പനും ജപമാനും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല ശരി. അത് യഹോവയ്ക്ക് അരോചകമാണ്, ദേഷ്യം എന്നല്ല പറയണം, കിട്ടേണ്ട നേരത്ത് കിട്ടുമെന്ന്. അപ്പോൾ അതൊക്കെ മാറ്റം വരുത്തണം. മുങ്ങി നിവരേണ്ടത് മുങ്ങി തന്നെ നിവരണം. 3 പ്രാവശ്യം എങ്കിലും കിണ്ടി കൊണ്ട് ബ്രാഹ്മണന്മാർ പുറത്തുനിന്ന് വന്ന് വെള്ളം തലയിൽ ഒഴിക്കണ പോലെയല്ല ഒഴിക്കേണ്ടത്. ചെറിയ പിള്ളേർക്ക് ഒരു 15, 16, 20, 25 വയസ്സിൽ പൂർണ്ണ അറിവോടെ മുങ്ങി നിവര തന്നെ വേണം.
അതൊക്കെ ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ ശബ്ദം വരാത്തോടത്ത് പറയാണ്ടോടത്തല്ലല്ലോ പറയാണ്ടോടത്തല്ലേ പറയേണ്ടോടത്ത് പറയും അല്ലേ? അങ്ങനെ സമയം കിട്ടും. അല്ലെങ്കിൽ ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല. എന്നുവെച്ചാൽ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ്, ഹിന്ദുസ്, ശോഷിച്ച ഹിന്ദുസ് എന്തായാലും ചാവാൻ കിടക്കാണ്. ചത്ത ശോഷിച്ച അവസ്ഥയിൽ മുഴുകി കിടന്നു. ധൈര്യമില്ലാത്ത ജീവിതം നയിച്ചിട്ട്, ജീവിതം ഒന്നും പറയാൻ പറ്റില്ല. സ്വന്തം തന്തയുടെ നല്ല റീട്ടാർഡ് നേച്ചർ അനുകരിച്ച് അത് മാറ്റാൻ ശ്രമിക്കണം. സ്പൂൺ ഫീഡിങ് ഒരു ഗ്ലീഷോ അതുപോലെ പറയുമോ? അപ്പം നമുക്ക് നോക്കാം ആരെങ്കിലും ജയിക്കാൻ നമുക്ക് നോക്കാം. തലയ്ക്ക് വിവരമില്ലാത്ത കുറേ റോമൻ കാത്തലിക്സും ഗ്ലീഷോകളും ശോഷിച്ച ഹിന്ദുസും കുരുട്ട് മോന്തകളും ഇതന്നെ ചെയ്തുകൊണ്ടിരുന്നത് അന്നേ തൊട്ട്. എത്ര വയസ്സായാലും തലയിൽ വിഡ്ഢി അഹങ്കാരമാണ് വയ്ക്കണമെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളും ശോഷിച്ച സ്ത്രീകളെയും ആരാധിക്കണവർ, ഹ്യൂമൻസിന് മൃഗങ്ങളെ ആരാധിക്കണവർ കഴുത്തിന് മുകളിൽ തലയുടെ ആവശ്യമില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പം നമുക്കാണ് ആര് ജയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നടക്കും. വിഡിത്തം വിളമ്പിയിരുന്ന, എൻ്റെ മുഖത്ത് നോക്കി കൊള്ളാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് കൊള്ളില്ല. ഞാൻ പറയും നിങ്ങളുടെ മുഖത്ത് നോക്കിയാലും പറയും ശോഷിച്ച അവസ്ഥ നിങ്ങൾ ശോഷിച്ചതാവുകൊണ്ട് കാണിക്കാണ്ട് ഇറങ്ങി പോകാൻ നോക്ക്. കൊണ്ടെന്ന് പറയാം. അങ്ങനെ തന്നെ പറയും. തലയ്ക്ക് വിവരമില്ലെങ്കിൽ തലയ്ക്ക് വിവരം പഠിച്ചിട്ട് വിവരമുള്ള വാക്കുകൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറയും. അല്ലെങ്കിൽ തിരിഞ്ഞു ഓടുക. കിട്ടേണ്ട സമയം ആർക്കും അതിന് കിട്ടേണ്ട നേരത്ത് കിട്ടും. അത് 5 മാസമാണോ 1 വർഷമൊന്നും ഇല്ല. കിട്ടിയിട്ടുണ്ട്. അതിന് സീക്വൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ കിട്ടുന്നതായിരുന്നു കുട്ടി വാങ്ങുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതിൻ്റെ ആവശ്യമില്ലാത്ത പാതിരികളുടെ മരണാന്തര ചടങ്ങുകൾ വീട്ടിൽ തന്നെ നടത്തിപ്പിക്കുക.